നമസ്കാരം. ഇന്ത്യയിൽ ഇക്കുറി മൺസൂൺ മഴ സാധാരണതിനേക്കാൾ കുറയുമെന്ന മുന്നറിയിപ്പ്. പസഫിക് സമുദ്രത്തിലെ താപനില ഉയർന്ന എൽ നിനോ പ്രതിഭാസമാകും ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ. US ദേശീയ കാലാവസ്ഥാ ഏജൻസിയായ US നാഷണൽ ഓഷ്യാനിക് അറ്റ്മോസ്ഫിയറിക് പറയുന്നതനുസരിച്ച് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ എൽ നിനോ ശക്തി പ്രാപിക്കും. തൽഫലമായി ഇന്ത്യയിൽ ചൂടുയർന്ന മൺസൂൺ ദുർബലപ്പെടുകയും ചെയ്യും. NOAA കാലാവസ്ഥാ പ്രവചന സെന്ററിന്റെ നിരീക്ഷണത്തിൽ ജൂണിലും ഓഗസ്റ്റിനും ഇടയിൽ എൽ നിനോ ഉണ്ടാകാനുള്ള സാധ്യത 62% തുടർന്നുള്ള മാസങ്ങളിൽ ഇത് 80% ഉയരാമെന്ന് മുന്നറിയിപ്പുണ്ട്. ഭൂമധ്യരേഖയ്ക്ക് മധ്യ കിഴക്ക് പസഫിക് സമുദ്രോപരിതലം ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണിത്. ചരിത്രപരമായി ഇന്ത്യയിൽ എൽ നിനോ കാലത്ത് മൺസൂൺ മഴ കുറയുന്നതായി കണ്ടുവരുന്നുണ്ട്. 1980 മുതൽ 14 തവണയാണ് എൽ നിനോ ഉണ്ടായത്. ഇതിൽ 9 തവണയും മൺസൂൺ മഴ സാധാരണയിലും കുറവാണ് ലഭിച്ചത്. അതേസമയം 1997 എൽ നിനോ ഉണ്ടായിട്ടും ഇന്ത്യയിൽ മൺസൂൺ കാലം സാധാരണമായിരുന്നു. പസഫിക് സമുദ്രത്തിലെ താപനില വ്യത്യാസം മൺസൂൺ കാറ്റുകളുടെ ശക്തി കുറയാനിടയാക്കും. ഇതിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ മാപ്പുകൾ സൂചിപ്പിക്കുന്നു. അറബിക്കടലിൽ രൂപപ്പെട്ട ഈർപ്പമുള്ള കാറ്റിന്റെ സ്വാധീനമാണ് മഴയ്ക്ക് കാരണമാകുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. വടക്കൻ മധ്യ കേരളത്തിലെ തീരപ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലുമാണ് കൂടുതൽ മഴ സാധ്യത കാണുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് ഉൾപ്പെടുന്ന മലബാർ തീരപ്രദേശങ്ങളും ശക്തമായ മഴയ്ക്കുള്ള സാഹചര്യമുണ്ട്. മധ്യ കേരളത്തിലെ കൊച്ചി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും ചിതറിനിന്ന മഴ ലഭിക്കാനിടയുണ്ട്. അതേസമയം തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം മേഖലകളിലും ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് സൂചന. കേരളത്തിന് സമീപമുള്ള കർണാടക തീരപ്രദേശങ്ങളായ മംഗളൂരു ഭാഗങ്ങളിലും ശക്തമായ മഴയായിരിക്കാമെന്ന് മാപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഉൾനാടൻ പ്രദേശങ്ങളായ കോയമ്പത്തൂർ, മൈസൂർ മേഖലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത. വൈകുന്നേരം മുതൽ രാത്രി വരെ ഇടിയോടുകൂടിയ മഴ ലഭിക്കാനിടയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. കാറ്റും ഇടിയും ശക്തമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തുറസായ സ്ഥലങ്ങളിൽ കഴിയുന്നവർ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയും രാത്രിയോടെയും പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിച്ചു. ചൂടുകൂടിയ സാഹചര്യത്തിനിടെയാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിയോടുകൂടിയ മഴ പെയ്തത്. വടക്കൻ കേരളത്തിലെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് മേഖലകളാണ് കൂടുതലിടങ്ങളിൽ മഴ രേഖപ്പെടുത്തിയത്. മലബാർ മേഖലയിലെ ചില സ്ഥലങ്ങളിൽ വൈകുന്നേരത്തോടെ ശക്തമായ മേഘാവൃതാവസ്ഥയ്ക്ക് പിന്നാലെ മഴ പെയ്തു. മധ്യ കേരളത്തിലെ കൊച്ചി, തൃശൂർ, പാലക്കാട് ജില്ലകളിലും ചില സ്ഥലങ്ങളിൽ ചിതറിനിന്ന മഴ ലഭിച്ചു. തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉയർന്ന ചൂടും ഈർപ്പം കൂടിയ കാലാവസ്ഥയുമാണ് സംസ്ഥാനത്ത് തുടരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത ദിവസങ്ങളും ഇടിയോടുകൂടിയ മഴ ചില ജില്ലകളിൽ ലഭിക്കാനിടയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ സൂചിപ്പിക്കുന്നു. ഇതിനിടെ അടുത്ത 3 മണിക്കൂറിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇന്നും നാളെയും സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും മഴ ശക്തമാകുവാൻ സാധ്യതയുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും മിതമായ മഴയാണ് ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. കൂടാതെ 19, 20 തീയതികളിൽ മഴ കുറയും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ മാർച്ച് 19 മഴ ഉണ്ടാകില്ല. വെള്ളിയാഴ്ചയോടെ മഴ തെക്കൻ കേരളത്തിൽ മാത്രമായി ഒതുങ്ങും. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ വെള്ളിയാഴ്ച തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. നിലവിൽ എല്ലാ ജില്ലകളും ഗ്രീൻ അലേർട്ടാണ്. അതായത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലവിലില്ല എങ്കിലും 15.6 മില്ലിമീറ്റർ മുതൽ 64.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും.